ദിവ്യ ശ്രീധരും ക്രിസ് വേണുഗോപാലും പിരിഞ്ഞു എന്നുള്ള കുപ്രചരണങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുന്നത്. ക്രിസ് ദിവ്യയെ ഉപദ്രവിച്ചു എന്നുള്ള കണ്ടെത്തലുകളുമായി യൂട്യൂബേഴ്സ് എത്തിയിരുന്നു. ഞങ്ങൾ തമ്മിൽ യാതൊരുവിധ പ്രശ്നങ്ങളുമില്ലെന്നും എന്തിനാണ് ഇല്ലാത്ത വാർത്ത പടച്ചുവിടുന്നതെന്നുമായിരുന്നു ഇരുവരുടെയും പ്രതികരണം. ഫേസ്ബുക്കിലും യൂട്യൂബ് വീഡിയോയിലൂടെയാണ് ദിവ്യ പ്രതികരിച്ചത്. പനിയൊക്കെയായി മരുന്നൊക്കെ കഴിച്ച് ഉറങ്ങുകയായിരുന്നു. അതിനിടയിൽ ഫോൺ റിംഗ് ചെയ്ത് കേട്ടിരുന്നു. എടുക്കാനൊന്നും പറ്റുന്നുണ്ടായിരുന്നില്ല. തിരിച്ചു വിളിച്ചപ്പോഴാണ് ദിവ്യ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്ന് ചോദിച്ചത്. ഞാനൊരു റീൽ പോസ്റ്റ് ചെയ്തിരുന്നു. അതേക്കുറിച്ച് പറഞ്ഞ് രാജ് ടോക്സ് ഒരു വീഡിയോ ചെയ്തിരുന്നു. ക്രിസ് വേണുഗോപാൽ എന്നെ അടിച്ചത് രാജ് ടോക്സിന്റെ മുതലാളി കണ്ടോ? ഇന്നലെ വീഡിയോയിൽ പോസ്റ്റ് ചെയ്തതല്ലേ? എന്റെ നെറ്റിയിൽ എവിടെയാണ് പാട്? എന്റെ നെറ്റിയിലോ മുഖത്തോ ശരീരത്തിലോ ഒരു പാടുമില്ല. ക്രിസ് വേണുഗോപാൽ എന്ന് പറയുന്ന മനുഷ്യൻ ഇതുവരെ എന്നെ തല്ലിയിട്ടോ ദ്രോഹിച്ചിട്ടോ ഇല്ല. ഇല്ലാത്ത കഥകൾ കുത്തിപ്പോക്കാൻ ആരാണ് ലൈസൻസ് തന്നത്? ക്രിസ് വേണുഗോപാലും ദിവ്യയും എന്ത് ചെയ്യുന്നു എന്ന് നോക്കുന്നത് എന്തിനാണ്? ദിവ്യ ശ്രീധറിന്റെ ലൈഫ് പൊട്ടിപ്പോയോ? അവർക്ക് എന്തെങ്കിലും സംഭവിച്ചോ എന്നറിയാഞ്ഞിട്ട് കിടക്കപ്പുറതിയില്ലേ? ഒറിജിനൽ മുറിവാണെന്നാണ് അവർ പറയുന്നത്. ഒന്ന് വന്ന് നോക്കൂ. ധീര എന്ന് പറയുന്ന വെബ് സീരീസിന്റെ മേക്കപ്പ് ചെയ്ത മുരുകൻ ചേട്ടന് ഒത്തിരി താങ്ക്സ്. അതിന് ഒറിജിനാലിറ്റി കൊണ്ടുവന്നതിന്. വെബ് സീരീസിൽ എനിക്ക് ആക്സിഡന്റ് വരുന്ന രംഗമുണ്ടായിരുന്നു. അതിനു വേണ്ടിയായിരുന്നു മേക്കപ്പ്. അതുകൂടാതെ ഞാൻ വേഷങ്ങൾ ജന്മങ്ങൾ പാട്ട് വെച്ച് റീൽ ചെയ്തിരുന്നു. വേണ്ടാത്ത രീതിയിൽ ഇല്ലാത്തതൊക്കെ പറഞ്ഞ് വീഡിയോ ചെയ്യുന്നത് ശരിയല്ല. ഞങ്ങളുടെ ലൈഫ് എങ്ങനെയാണെന്ന് പോകുന്നതെന്ന് നിങ്ങൾക്കറിയാമോ? മാസ വരുമാനത്തിന് വേണ്ടി ഇല്ലാത്തത് പറയാൻ നിങ്ങൾക്ക് ആരാണ് ലൈസൻസ് തന്നത്? ഞാനൊരു സ്റ്റോറി ഇട്ടാൽ എൻ്റെ ലൈഫ് ചിന്നിച്ചെറിയെന്നാണോ? അന്നത്തിന് വേണ്ടി നമ്മുടെ ജീവിതമല്ല എടുത്ത് കളിക്കേണ്ടത്. ഞങ്ങളുടെ പുറകെ ആരും വരണ്ട. ചാനൽ ഞങ്ങൾ പൂട്ടിക്കും. അറിയാത്ത കഥകൾ എഴുതണ്ട, ദിവ്യ പറയുന്നു. എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത്? കമന്റ് ചെയ്യൂ. ഇതുപോലുള്ള പുതിയ വാർത്തകൾക്കായി ചാനൽ ഇപ്പോൾ തന്നെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക.